എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നു. എന്താണെന്ന് നമുക്ക് പോയി ഒന്ന് നോക്കിയാലോ? ആൾക്കാരെല്ലാവരും ഒരേപോലെ ഒരേ ദിശയിലേക്ക് തന്നെ നോക്കാം. അതെ, വേറെ ഒന്നുമല്ല, അക്കാവിള വിഷ്ണു നാരായണനെ കാണാനാണ് ഈ ആൾക്കൂട്ടം മൊത്തം നിൽക്കുന്നത്. അപ്പം നമുക്ക് അക്കാവിള വിഷ്ണു നാരായണനെ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളിയല്ലേ? നല്ല ഒത്ത ഒരു കുട്ടിക്കൊമ്പൻ. കണ്ടാലറിയാൻ അവനധികം പ്രായമൊന്നുമില്ല. ഇന്ന് തിരുനക്കര പകൽപ്പൂരമാണ്. അപ്പോൾ പൂരത്തിന് എത്തിയതാണ് അക്കാവിള വിഷ്ണു നാരായണൻ. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായും കാണുക. ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ അവൻ നിൽക്കുകയാണ്. നിരവധി ആനകൾ ഇന്ന് പൂരത്തിന് എത്തിയിട്ടുണ്ട്. എങ്കിലും ആൾക്കാരുടെ കണ്ണിലുണ്ണിയാന്ന് തോന്നുന്നു നമ്മുടെ ഈ അക്കാവിള വിഷ്ണു നാരായണൻ. അദ്ദേഹത്തിൻ്റെ നിപ്പും തലയെടുപ്പുള്ള നിപ്പൊക്കെ കണ്ടു നോക്കിയാൽ ഏതൊരു ആനപ്രേമിയുടെയും മനസ്സിന് ഒരു കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി ആനകൾ ഇന്ന് പൂരത്തിനെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് ഇത്. അപ്പം പൂരത്തിൻ്റെ സമയമാകുമ്പോഴേ ഉള്ളൂ ഈ ആനയെല്ലാം തിരുനക്കര അമ്പലത്തിലേക്ക് എത്തുള്ളൂ. അത് അമ്പലത്തിൻ്റെ പരിസര സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് മറ്റു ആനകളെല്ലാം നിൽക്കുന്നത്. അപ്പം അതായത് പാപ്പാൻ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തോ അവനുമായിട്ട് സംസാരിച്ചു. അവൻ്റെ നിപ്പ് കുറച്ചും കൂടെ ബാക്കിലേക്ക് വന്നതുകൊണ്ട് പാപ്പാൻ പുറകിലേക്ക് മാറിയത്. അദ്ദേഹം കല്ല് പെറുക്കി അവൻ്റെ കാലിന് സൈഡിൽ വെക്കുകയാണ്. കാരണം ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ കല്ലുകൾ പെറുക്കി അതുകൊണ്ട് കാലുകൊണ്ട് തട്ടി അവൻ്റെ കാലിന് തൊട്ടടുത്ത് വെക്കുകയാണ്. കറക്റ്റ് അതായത് അതിന് ഇപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. തൂണയിലൊന്നും ചാരാതിരിക്കാൻ വേണ്ടിയാണ് കാലിനടി കല്ല് പെറുക്കി വെക്കുന്നുണ്ട്. അതൊരു പുതിയൊരു കാഴ്ചയാണ്. ഒരു അടയാളം വെക്കുന്ന രീതിയിലാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.